ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GNN GJയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെജ് ഫിഷ് ഫ്രൈൻ്റെ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെജ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 1/4 കിലോ ചേന തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചതുരത്തിൽ അരിഞ്ഞെടുക്കാം. ചേനയുടെ ചൊറിച്ചിൽ മാറ്റുന്നതിനായി കുറച്ചു നേരം മോരുവെള്ളത്തിൽ ഇടാം. അധിക സമയം വേണ്ട, 2-3 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ഇനി ഒരു പാനിലോട്ട് ഈ ചേന വേവിച്ചെടുക്കാൻ പാകത്തിൽ വെള്ളം ചേർത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ചേർക്കാം. ഇത് മൂടി വെച്ച് ചേന ഒന്ന് വെന്ത് വരും വരെ വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് ഇതുപോലെ പേസ്റ്റ് ആക്കി മിക്സ് ആക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി, കുറച്ചുകൂടി കട്ടിയിൽ വേണം മസാല ആക്കിയെടുക്കാൻ. ഇനി ചേന ഓരോന്നായിട്ട് മസാലയിൽ ചേർത്ത് പിടിപ്പിക്കാം. ഒരു ദോശക്കല്ലിലോട്ട് ചേന റോസ്റ്റ് ആക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം ചേന ഇതുപോലെ ഓരോന്നായിട്ട് ഇടാം. ഒരു സൈഡ് റോസ്റ്റായി വരുമ്പോൾ മറിച്ചിടാം. ഇതുപോലെ 2 ഭാഗവും റോസ്റ്റ് ആക്കി എടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, ഇന്നത്തെ റെസിപ്പി ചേന റോസ്റ്റ് അല്ലെങ്കിൽ വെജ് ഫിഷ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. വെജിറ്റേറിയൻസിന് ഫിഷിന് പകരം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ വെജ് ഫിഷ് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.